ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടെ ഒന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ടൈലർ സീരീസാണ് നമ്മൾ നോക്കിയത്. എന്താ ടൈലർ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് കേട്ടോ. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു സർക്കിളിൽ അനലിറ്റിക് ആവുന്നു. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഇസഡ് നോട്ടാണ്, റേഡിയസ് ആണ് എങ്കിൽ എനിക്ക് ആ ഫംഗ്ഷനെ ഈ കാണുന്നൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം, ഒരു സീരീസ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സെൻറ്റർ എന്ന് പറയുന്നത്, ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആവയാണ്. അപ്പം നമുക്ക് ഒറിജിൻ ആവുകയാണെങ്കിൽ നമുക്കറിയാം ഇസഡ് നോട്ട് എന്ന് പറയുന്നത് സെൻറ്റർ എന്ന് എടുത്തു. ആ സെൻറ്റർ ഒറിജിൻ ആവുകയാണെങ്കിൽ ഇസഡ് നോട്ടിൻ്റെ വാല്യൂ 0 ആയി മാറി. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മക്ലൂറിൻ സീരീസ് റെപ്രസെൻറ്റേഷനിൽ പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ ഇസഡ് എബൌട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 4. നമ്മൾ ക്ലാസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ഇസഡ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ അവിടെ ഇസഡിൻ്റെ π/4 എന്ന് പറയുമ്പോൾ അവിടെ ഇസഡിൻ്റെ വാല്യൂ കൊടുത്താൽ പോരെയെന്ന്. എനിക്കിവിടെ എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ ഇസഡ് ഇസ് ഈക്വൽ ടു π/4 കണ്ടുപിടിക്കാനല്ല ചോദിച്ചത്. പകരം അവർ ചോദിച്ചത് എഫ് ഓഫ് ഇസഡിനെ ഇസഡ് ഇസ് ഈക്വൽ ടു π/4 എന്ന പോയിന്റിൽ എനിക്ക് അതിനെ സീരീസ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാനാണ് എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സീരീസ് ഫോമിൽ എന്ന് പറയുമ്പോൾ ഈ യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എബൌട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു π/4 എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇസഡ് നോട്ട് അഥവാ സെൻറ്ററിനെയാണ് അവിടെ നമുക്ക് തന്നേക്കുന്നത്. ക്ലിയറായോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എഫ് ഓഫ് ഇസഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? എഫ് ഓഫ് ഇസഡ് നോട്ട്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഇസഡിനെ ഫസ്റ്റ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഫൈൻഡ് ചെയ്യണം, ദെൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഫൈൻഡ് ചെയ്യണം, ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഫൈൻഡ് ചെയ്യണം, ദെൻ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഫൈൻഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് എത്രത്തോളം ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫൈൻഡ് ചെയ്യണം. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 3 അല്ലെങ്കിൽ 4 ടേമെങ്കിലും നമുക്ക് അതിനകത്ത് സീരീസിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇടയിൽ 0 വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എത്രയാണോ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 3 ടേം വരേണ്ടത് അത്രയും ഡെറിവേറ്റീവ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ ഇസഡ് എന്നാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഫൈൻഡ് ചെയ്യുക. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഇസഡ്. എഫ് ഡബിൾ ഡാഷ് എന്താ? കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇസഡ്. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് എന്താ? മൈനസ് അതുപോലെ ടു സൈൻ്റെ ഡെറിവേറ്റീവ് ആരാ? കോസ്. നമ്മൾ ഈ കണ്ടുപിടിച്ചതിൻ്റെ എല്ലാം ആരെ കണ്ടുപിടിക്കണം? എഫ് ഡാഷ് ഓഫ് ആദ്യം ഫസ്റ്റ് എഫ് ഓഫ് ഇസഡ് നോട്ട്. എഫ് ഓഫ് ഇസഡ് നോട്ട് π/4 അല്ലേ? അപ്പോൾ π/4 എഫ് ഓഫ് ഇസഡ്? സൈൻ ഇസഡ്. അപ്പോൾ എഫ് ഓഫ് π/4 എന്ന് വെച്ചാൽ സൈൻ π/4. സൈൻ π/4? 1/√2. ഇനി അടുത്തത് എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്? കോസ് ഇസഡ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുമ്പം എഫ് ഡാഷ് ഓഫ് π/4 എന്ന് പറയുമ്പോൾ കോസ് π/4. കോസ് π/4? അതും 1/√2 തന്നെയാണ് അല്ലേ? ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനൊരു ടേബിൾ ഞാൻ കാണിച്ചു തരാവേ. നോക്കട്ടെ മക്കളെ, ഇത് കണ്ടോ? സൈൻ കോസ് ടാൻ. അതിനകത്ത് ടാനിന് സൈനിന് 45 ആണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? π/4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഫുൾ ടേബിളും കിട്ടും. ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ വാല്യൂസൊക്കെ നോക്കുക. ഇതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സൈനും കോസും 45 ഡിഗ്രി. ആ 45 ഡിഗ്രി കാണാനാണ് ഞാൻ ഇത് കാണിച്ചത്. 45 ആണ് π/4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. അപ്പോൾ നമുക്ക് അടുത്തത് വീണ്ടും ഇപ്പോൾ എഫ് ഡാഷ് ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വേണ്ടത് ഇസഡ് നോട്ടാണ്. ഇസഡ് നോട്ട്? π/4. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് π/4 എന്ന് വെച്ചാൽ മൈനസ് സൈൻ π/4. സൈൻ π/4 1/√2. ഇനി ഞാനിതൊന്നും എഴുതുന്നില്ല. ഇവിടെ എഴുതിയേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു, എഫ് ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു, എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പാടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയുമാണ് ബേസിക് ഫോമുലാസ്. ഇത്രയും ബേസിക് ഫോമുലാസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ.
കേട്ടോ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻറ്റഗ്രേഷനും കൂടെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അത് പഠിച്ച് വെച്ചിരുന്നാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും 2 ടേബിളായിട്ട് എഴുതിയെടുത്തിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള ബേസിക് ഫോർമുലാസ് മാത്രമേ നമുക്ക് വേണ്ടി വരത്തുള്ളൂ ഈ ഒരു സെമിസ്റ്ററിൽ. ഇതുപോലെയൊക്കെ ഉള്ളിടത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഡെറിവേറ്റീവും അതുപോലെ തന്നെ ഇൻ്റഗ്രലും ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവും നമ്മുടെ ഇൻ്റഗ്രലും ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നമ്മൾ അറിയേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് റൂള്, അതുപോലെ തന്നെ കോഷ്യൻ റൂള്, അങ്ങനെയുള്ള കുറച്ച് റൂളുകളും കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്കിതിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഇസഡ്, എഫ് ഡാഷ് ഇസഡ്, എഫ് ഡബിൾ ഡാഷ് ഇസഡ്, എഫ് ട്രിപ്പിൾ ഡാഷ് ഇസഡ് കണ്ടുപിടിച്ചു. അതിനൊക്കെ വാല്യൂ ഇസഡിന് പകരം ഇസഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇതിന് നമ്മൾ എന്ത് ചെയ്തടേ, ഈ കണ്ടുപിടിച്ച ഓരോ വാല്യൂ എടുത്ത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഓഫ് ഇസഡ് നോട്ട്. ഈ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ. ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതണം. ഈ സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഇവിടെ എടുത്ത് എഴുതണം. എഴുതിയതിനു ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് ഇസഡ് നോട്ട് ഇതാ കണ്ടോ, ആ വാല്യൂ കൊടുത്തു. ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ആ വാല്യൂ ഇവിടെ കൊടുത്തു ബൈ 2 ഫാക്ടോറിയൽ. 3 അല്ല 2 ഫാക്ടോറിയൽ ആണേ, 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട്, അതുപോലെ എഫ് ട്രിപ്പിൾ ഡാഷ് കേട്ടോ. 3 അല്ല 2 ആണ് കേട്ടോ. ഇതുപോലെ തന്നെ നോക്കിയേ, ടൈലർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ളത് എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് ചോദിക്കുക. ദെൻ ഞാൻ അടുത്തത് മെക്ലോറിയൻ സീരീസിൽ തന്നത്. മെക്ലോറിയൻ സീരീസിലാകുമ്പോൾ എബൌട്ട് നമ്മൾ തരത്തില്ല, പക്ഷെ നമ്മൾ അറിയണം. മെക്ലോറിയൻ സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റർ ആരായിരിക്കും, ഒറിജിൻ ആയിരിക്കും, 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫംഗ്ഷനെ എഫ് കോസ് ഇസഡ് ആയിരുന്നു, എഫ് ഡാഷ് കണ്ടുപിടിച്ചു, എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, എഫ് ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിച്ചു, എഫ് ഫോർത്ത് ഡാഷ് കണ്ടുപിടിച്ചു. അതിനൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇവിടെ ഒറിജിൻ ആണെന്നുകൊണ്ട് നമുക്കിവിടെ 0 ചെയ്യേണ്ടത്. അപ്പോൾ കോസ് 0 സൈൻ 0 എടുക്കുമ്പോൾ 0 ആവുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു 0, ഇവിടെ ഈ 0 കിട്ടുന്നത് കൊണ്ടാണ് ഞാനൊരു 4 ഡാഷ് വരെ ചെയ്യിച്ചത്. എങ്കിലേ നമുക്കൊരു 3 ടേമെങ്കിലും അറ്റ്ലീസ്റ്റ് പ്ലസ് ഇട്ട് എഴുതാൻ പറ്റൂ. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൻ ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കണം. ഏതാ മെയിൻ ഇക്വേഷൻ, ഇതാണ് ഈ യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ് ആ ഒരു മെയിൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പിന് മുന്നേ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ട് വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, വാല്യൂ നോക്കിയേ, എഫ് ഓഫ് 0യുടെ വാല്യൂ ആണ് ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എഫ് ഡാഷ് ഓഫ് 0യുടെ വാല്യൂ ആണ് 0 ആയിപ്പോയത്. പിന്നെ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0യുടെ വാല്യൂ ഉണ്ട്. ഇവിടെ ഇസഡ് നോട്ട് എഫ് ഡാഷ് ഓഫ് 0 ആയിപ്പോയി. ഇനി അടുത്ത എഫ് ഡബിൾ ഡാഷ് ആയപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വീണ്ടും എഫ് ട്രിപ്പിൾ ഡാഷ് എടുത്തപ്പോൾ -1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് 0 അടുത്ത എഫ് ട്രിപ്പിൾ ഡാഷ് എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 0 കിട്ടി. ആ വാല്യൂ ഞാൻ എന്ത് ചെയ്തില്ല, എഴുതിയില്ല. അടുത്തത് എഫ് ട്രിപ്പിൾ ഡാഷിന് പകരം ഫോർത്ത് ഡാഷ്, അതിൻ്റെ വാല്യൂ 0. അതാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇത് നോക്കുക. നോക്കിയതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതിക്കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനാണിത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് റിമാർക്കുകൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും റിമാർക്കുകൾ കാണാതെ പഠിക്കണേ മക്കളെ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മാർക്കിനൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, മെക്ലോറിയൻ സീരീസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നോക്കി നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്കിവിടെ കോസ് ഇസഡാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോസ് ഇസഡിൻ്റെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ കോസ് ഇസഡിൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്തത്. കണ്ടോ, ഇവിടെ നമുക്ക് കോസ് അല്ല തന്ന ക്വസ്റ്റ്യൻ, e⁻z ആയിരുന്നു നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ഇസഡിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നു തന്നത്, -z²/2. നമുക്കിത് ഒന്നുകിൽ വേണമെങ്കിൽ e⁻z തന്നെ ഇവിടെ മൈനസ് ഇട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മൈനസിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ മൈനസിൻ്റെ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. മൈനസിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പം e⁻−z ഇക്വേഷൻ നമ്മൾ എഴുതി. അവിടെ e⁻−z²/2. അപ്പോൾ z എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് കൊടുത്തു, z²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ z² എന്തായി, z²/2 ആയി. z³ എന്തായി, z²/2 ദ ഹോൾ ക്യൂബായി. കണ്ടോ, ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്തു, ആൻസർ റിസീവായി. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലോണം നോക്കുക. ഇത് ഇത്രയുമാണ് നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചത്.
ഇത്രയും നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിലാണ് സംശയം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അതിന് മാത്രമായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്ത് ഇട്ട് തരാം. ഓക്കെ ആണല്ലോ? ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഇൻ്റഗ്രേഷനിലെ ഡിഫറൻസിയേഷനും വേണ്ട മെയിനായിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്റ്റ് കോഷ്യൻ്റ് റൂള് പ്രൊഡക്റ്റ് റൂള് കോഷ്യൻ്റ് റൂള് അതിൻ്റെയൊക്കെ ഒരു ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടോ, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിള്, അതുപോലെ സമ്മ് ഡിഫറൻസ്, ഇതൊക്കെ ജസ്റ്റ് കോമൺ ആയിട്ട് വേണ്ടി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു നോക്കാം, ഇതൊക്കെ നോക്കിയേ, കണ്ടോ? ഇതൊരു എക്സാമ്പിളാണ്. ഇത് കണ്ടോ, ബെർണോളിസ് ഫോർമുലയാണ്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഇക്വേഷനുകളാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഡെറിവേറ്റീവിൻ്റെ കൊണ്ട് കാണിച്ചു. ഇത് കണ്ടോ, പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂള്, ചെയിൻ റൂള്. ഉണ്ടോ? ഇതേപോലെയൊക്കെ ഉള്ള കുറച്ച് ഇക്വേഷൻസ് എഴുതി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാത്രം മതി. ഞാൻ കാണിച്ച എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല. മെയിനായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് കവറപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.